സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹോശേയയുടെ പുസ്തകം 11 അധ്യായം. എഫ്രയീം ഭീരുവായിപ്പോയെന്നാണ് പറയുന്നത്. പേടിത്തൊണ്ടനായി പോയിരിക്കുകയാണ്. എഫ്രയീമിന് എന്താണ് സംഭവിച്ചത്? അവൻ ഭീരുവായി മാറിയിരിക്കുന്നു, പേടിത്തൊണ്ടനാകുന്നു. പേടിത്തൊണ്ടൻ. തങ്ങൾക്ക് തോന്നിയതുപോലെ നടന്നിട്ട് അവർ ഒച്ച വയ്ക്കുകയും ബഹളം വയ്ക്കുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഉറക്കെ അലറി വിളിക്കുന്നവരെ കണ്ട് എന്താണ് വിചാരിക്കുന്നത്? അവർ വലിയ ധൈര്യശാലിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്? അവർ ഭീരുക്കളാണ്. അവരുടെ ഉള്ളിൽ ഭയമാണ്. ആ ഭയം പുറമേ കാണാതിരിക്കാനാണ് വെറുതെ കിടന്നലയ്ക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരുടെ ഉള്ളിൽ വലിയ പേടിയാണ്, അവരുടെ അകത്ത് ഭയമാണ്. എവിടെ പോയിരുന്നേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കെന്താണ് എന്ന് ചോദിക്കും. എന്താണ്? അവൻ്റെ ഉള്ളിൽ ഭയമാണ്. ഇവർക്കെല്ലാം മനസ്സിലായി എന്നുള്ളതായ ഒരു ഭയമാണ്. ആ ഭയത്താലാണ് ഇവൻ വെറുതെ ബീപ്പ് കൂട്ടി സംസാരിക്കാൻ മറ്റിടയാകുന്നത്. ഭീരുവാണ്. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ധൈര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ് ദൈവം നൽകിയത്. എന്നാൽ ഇന്നുള്ള അനേകം ആളുകൾക്ക് ഡിപ്രഷൻ ആണെന്നാണ് പറയുന്നത്. എന്താണ്? വിഷാദരോഗം. എപ്പോഴും സാഡിസ്റ്റിനെ പോലെ ചില വാക്കുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുകയില്ല. അത്രയേ ഉള്ളൂ, എൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന്. അത്രയേ ഉള്ളൂ. എന്താണ്? എൻ്റെ കാര്യം പോയി, എൻ്റെ വിധിയാണ്, ഞാനെന്ത് ചെയ്യും? എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആവുന്ന കാലത്ത് തോന്നിയതുപോലെയൊക്കെ നടന്നു, തോന്നുന്ന പോലെ ജീവിച്ചു. ഇപ്പോൾ എന്താണ് പറയുന്നത്? ഭീരുത്വം വന്നിട്ട് പറയുകയാണ് ഒന്നിനും കൊള്ളില്ല എന്ന്. ഞാൻ പാപിയാണ്, ഞാൻ ദുഷ്ടനാണ്, ഞാൻ പാപിയാണെന്ന് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കും. നീ പാപിയാണെങ്കിൽ നിന്റെ പാപത്തെ യേശുക്രിസ്തു ക്ഷമിക്കില്ലേ? ഇല്ല, എൻ്റെ പാപം ക്ഷമിക്കില്ല, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല. എന്താണ്? ഒരു തരത്തിലുള്ളതായ ഡിപ്രഷൻ. അനേകം ആളുകൾക്ക്, പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇതാണിന്ന് രോഗം. ഇതാണ് രോഗം. ഭയം, അനാവശ്യമായുള്ള ഭയങ്ങൾ. പുതിയ വിവാഹം കഴിച്ച ആളുകളാണെങ്കിൽ, മദ്രാസിൽ വന്ന് താമസിക്കുന്നവർ, അദ്ദേഹം രാവിലെ ജോലിക്ക് പോവും, വൈകുന്നേരം വരെ വീട്ടിൽ വരത്തില്ല. ഭാര്യ ഒറ്റയ്ക്കാണ് വീട്ടിലിരിക്കുന്നത്. വീട്ടിൽ അമ്മായിയമ്മയോ ആരെങ്കിലും ബന്ധുക്കളോ മറ്റോ ഉണ്ടെങ്കിൽ സംസാരിച്ചിരിക്കാമായിരുന്നു. എന്നാൽ ആരും ഇവിടെ കാണുകയില്ല. വെറുതെ കഥ കടച്ച് വീട്ടിൽ ഇരിക്കേണ്ടി വരും. ഭർത്താവ് ജോലിക്ക് പോയി പിന്നെ ഒറ്റയ്ക്കാണ് ഭാര്യ ഇരിക്കും വൈകുന്നേരം വരെ. എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും, എൻ്റെ ഭർത്താവിന് ഇപ്പോൾ എന്താ താമസിക്കുന്നത്? എൻ്റെ കല്യാണത്തിന് മുൻപ് ആരുമായിട്ടെങ്കിലും ബന്ധമുണ്ടായിരുന്നു? അതുകൊണ്ടായിരിക്കാം, ഒരുപക്ഷെ കാണുമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം താമസിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഇത്തരം താമസിക്കുന്നത്. ആരോ ഉണ്ട് എന്നുള്ള സംശയത്തിന്റെ ഭൂതം പിടിക്കും. നിങ്ങൾക്കറിയാമോ, അങ്ങനെ നിരാശ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയാമോ? ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കാതെ, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാതെ, ദൈവത്തിൽ ആശ്രയിച്ച് അവനിൽ വിശ്വസിക്കാതെ വെറുതെ ഇരിക്കരുത്. അലസന്റെ ഹൃദയം പിശാചിന്റെ പണിപ്പുരയാണെന്നാണ് പറയുന്നത്. വെറുതെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന പിശാച് വന്നിട്ട് ഐഡിയകൾ നൽകുമെന്നാണ് പറയുന്നത്. എന്താണ് ചെയ്യേണ്ടത്? ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക. ദൈവമേ, എന്നെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? എനിക്ക് കുടുംബം നൽകിയതിന്റെ ഉദ്ദേശം എന്താണ്? എനിക്ക് മക്കളെ നൽകിയതിന്റെ ഉദ്ദേശം എന്താണ്? എനിക്ക് എന്തിനാണ് ഈ ജോലി നൽകിയത്? ഞാനിപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കൂ. നീ നടക്കേണ്ടുന്ന വഴി കർത്താവ് നിനക്ക് ഉപദേശിച്ച് നൽകും. എഫ്രയീം ഒരു പ്രയോജനവുമില്ലാത്തവനായിട്ട് മാറി. അത് കണ്ട കർത്താവിന്റെ ഹൃദയം വേദനിക്കുവാനിടയായി. അവസാനം എന്താണ് പറയുന്നത്? 11 വാക്യം നോക്കൂ. എഫ്രയീമേ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? ഇസ്രായേലേ, ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മറിഞ്ഞുകൊള്ളുന്നു, എൻ്റെ അയ്യോഭാവം ഒക്കെയും ജ്വലിക്കുന്നു. ദുഷിച്ചു പോയവൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ഉപേക്ഷിച്ച് കളയുന്നവനല്ല നമ്മുടെ കർത്താവ്. ചീത്തയായിപ്പോയി എന്ന് പറഞ്ഞിട്ട് നമ്മെ ആട്ടി ഓടിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. ദൈവം സ്നേഹിച്ച ആളുകൾ, അനുഗ്രഹിക്കപ്പെട്ടതായ ആളുകൾ ദൈവത്തെ മറന്നുപോയാൽ, രോഗബാധിതരായി മാറുകയാണെങ്കിൽ, അവർ അപകടത്തിൽപ്പെടുകയാണെങ്കിൽ, അവർ രോഗക്കിടക്കയിലായാൽ, നിരാശ അനുഭവിച്ചാൽ, വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ മനസ്സിലായോ എന്ന് ചോദിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. അവന്റെ ഹൃദയം വേദനിക്കുവാനിടയാകും, ദുഃഖിക്കും. അയ്യോ, ഞാൻ സ്നേഹിച്ചതായ എൻ്റെ മക്കൾ എന്നെ മറന്നുപോയിരിക്കുന്നു. ഞാൻ സ്നേഹിച്ചതായ മക്കൾ മരണത്തെ ആഗ്രഹിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്നതായ മക്കൾ പിശാചിന് അടിമകളായി മാറിയിരിക്കുന്നു. ഞാൻ കൊടുത്തതായ സൗന്ദര്യമുള്ളതായ ശരീരം അവർ നശിപ്പിച്ചു കളയുന്നു. അത് കാണുന്ന സമയത്ത് കർത്താവിൻ്റെ ഹൃദയം വേദനിക്കുവാനിടയാകും, ദുഃഖിക്കുവാനിടയാകും. ഞാനൊരു ദൈവത്തിൻ്റെ ദാസൻ എന്ന നിലയിൽ, ചില ആളുകൾ, ദൈവത്തെ ആരാധിച്ചിരുന്ന ആളുകൾ ദൈവത്തിൽ നിന്ന് പിന്മാറിയിട്ട് നശിച്ചു പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് ഏതോ തരത്തിലുള്ളതായ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ദുഃഖം, വേദന ഉണ്ടാകാനിടയായി.
എങ്കിൽ പരിശുദ്ധനായ ദൈവത്തിന്റെ ഹൃദയം അത് കേൾക്കുമ്പോൾ എത്രമാത്രം വേദനിക്കുമെന്ന് ഓർക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മകനോ നമ്മുടെ മകളോ ആരെങ്കിലും അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്കത് സഹിക്കുവാൻ കഴിയാതെയാകുന്നു. എന്നാൽ ഇത്രയും ആളുകൾ ലോകമെല്ലാം ദൈവത്തിനെതിരായി തിരിയുകയാണെങ്കിൽ അവന്റെ ഹൃദയം എത്രമാത്രം നീറുമെന്ന് ഓർക്കുക. എഫ്രൈമിനോട് എന്താണിപ്പോൾ ചെയ്യേണ്ടത്? നശിക്കട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല, പോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകളയുവാൻ കഴിയില്ല. എന്താണിപ്പോൾ ചെയ്യേണ്ടത്? ഇന്ന് അനേകരുടെ സാഹചര്യവും ഇങ്ങനെ തന്നെയാണ്. ഒന്നും ചെയ്യുവാൻ കഴിയാത്തതായ സാഹചര്യത്തിൽ സ്റ്റക്കായി പോയിരിക്കുകയാണ് അനേകം ആളുകളും. ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുന്നു, വിശ്വാസികളാണെന്ന് പറയുന്നു, ചർച്ചിൽ അവർ പോവുകയും ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നു. എന്നാൽ അന്തരംഗത്തിൽ ഒരു വിജയമില്ല, മനസ്സിലൊരു തൃപ്തിയില്ല, ഹൃദയത്തിൽ സമാധാനമില്ല, കുടുംബത്തിൽ സന്തോഷമില്ല. നിന്നോട് തന്നെയാണ് ഇന്ന് കർത്താവ് സംസാരിക്കുന്നത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്യുമെന്നാണ് കർത്താവ് പറയുന്നത്? അടുത്ത വചനത്തിൽ എന്താണ് നമുക്ക് വായിക്കാം? 9-ാം വാക്യം വായിക്കാം. എൻ്റെ ഉഗ്രകോപം ഞാൻ നടത്തുകയില്ല, ഞാൻ എഫ്രയീമിനെ വീണ്ടും നശിപ്പിക്കുകയുമില്ല. ഞാൻ മനുഷ്യനല്ല, ദൈവം അത്രേ, നിന്റെ നടുവിൽ പരിശുദ്ധൻ തന്നെ. ഞാൻ ക്രോധത്തോടെ വരികയുമില്ല. ഞാൻ ചിന്തിച്ചിരുന്നു നിന്നെ നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ, എന്നാൽ എൻ്റെ ചിന്തകളെ ഞാൻ മാറ്റുവാനിടയായി. എൻ്റെ ക്രോധത്തെ ഞാൻ ഉപേക്ഷിക്കാനിടയായി. ഞാൻ നിന്നെ ക്രമപ്പെടുത്തുവാനിടയാകും. ഞാൻ നിന്നെ നന്നാക്കിയെടുക്കും. ഞാൻ നിന്റെ നടുവിൽ വസിക്കുവാനിടയാകും. ഞാൻ മനുഷ്യൻ അല്ല, നശിപ്പിച്ചു കളയുവാൻ. ഞാൻ ദൈവം ആകൊണ്ട് നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കും, എഴുന്നേൽപ്പിക്കുവാനിടയാകും, വിശുദ്ധീകരിക്കും. എൻ്റെ അഗ്നി കൊണ്ട് നിങ്ങളിലുള്ള മാലിന്യങ്ങളെയെല്ലാം മാറ്റിയെടുത്ത് നിങ്ങളെ വിശുദ്ധ ജനമായിട്ട് ഞാൻ മാറ്റിയെടുക്കാനിടയാകും. അതാണ് പറഞ്ഞത്. അതിനാണ് ഈ കൂട്ടായ്മകൾ. ഇത് ഉലയാണ്, ദൈവത്തിന്റെ ഉലയാണ്. ദൈവത്തിന്റെ ഈ അഗ്നി നശിപ്പിക്കുന്നതായ അഗ്നിയല്ല, നരകാഗ്നിയല്ല. ദൈവത്തിന്റെ ഈ അഗ്നി വിശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്, ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്, ഊതിക്കഴിക്കുന്ന അഗ്നിയാണ്. പൊന്ന് തീയിലിടുന്നതായ സമയത്ത്, അത് ഉരുകുന്നതായ സമയത്ത് അതിലുള്ള മാലിന്യമെല്ലാം മാറുവാനിടയാകും. നല്ല പൊന്നായിട്ട് അത് വെളിയിൽ വരികയും ചെയ്യും. ഇയ്യോബ് പറഞ്ഞു, അവൻ എന്നെ ശോധന കഴിച്ചു, ഞാൻ പൊന്നുപോലെ പുറത്തു വരികയും ചെയ്തുവെന്ന്. ഈ സമയത്ത് ദൈവം നമ്മെ അവന്റെ അഗ്നിയിൽ കയറ്റിവിടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ നടത്തുന്നതായ, നമ്മെ ഭുജത്തിൽ വഹിക്കുന്നവൻ, ആശ്വസിപ്പിക്കുന്നവൻ, സൗഖ്യം നൽകുന്നവനായ ഈ യേശുക്രിസ്തു എത്രയോ തവണ നിന്റെ ജീവിതത്തിൽ നിന്നെ നടത്തുവാനിടയായി, നിന്നെ ബലപ്പെടുത്തി, നിന്നെ എഴുന്നേൽപ്പിക്കുവാനിടയായി, നിനക്ക് സൗഖ്യം നൽകി. നീ എങ്കിലും ഇപ്പോഴും നിന്റെ ഇഷ്ടം പോലെയാണ് നീ ജീവിക്കുന്നത്. അവന്റെ കോപം വരാനിടയായി, എങ്കിലും അവന്റെ മനസ്സവൻ മാറ്റുവാനിടയായി. ഞാൻ നിന്നെ നശിപ്പിച്ചു കളയുകയില്ല, ഞാൻ നിന്നെ വിശുദ്ധീകരിക്കാനിടയാകും. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ളതായ മീറ്റിംഗ്. നമ്മുടെ ജീവിതം നന്നാക്കുന്നതിന് വേണ്ടി, നമ്മുടെ പ്രവൃത്തി നന്നാക്കുന്നതിന് വേണ്ടി, നമ്മുടെ ആത്മീയത നന്നാക്കുന്നതിന് വേണ്ടി, ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന വിഷയങ്ങൾ നാം പശ്ചാത്തപിച്ചിട്ട് ദൈവമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിരപ്പ് പ്രാപിക്കുമ്പോൾ നമുക്ക് നഷ്ടമായതെല്ലാം ദൈവം തിരികെ നൽകാനിടയാകും. ആ മുടിയനായ പുത്രനെ കുറിച്ച് നോക്കിയാൽ, പിതാവിന്റെ വീട് വിട്ടിറങ്ങിയതിനു ശേഷം, സകലതും നഷ്ടപ്പെട്ടതിന് ശേഷം, പിതാവിനെ മറന്നുകൊണ്ട് തനിക്കിഷ്ടമുള്ളതുപോലെ ജീവിച്ച് സകലതും നഷ്ടപ്പെട്ടതിന് ശേഷം തന്റെ സ്ഥിതിയെ ഗ്രഹിച്ചുകൊണ്ട് പിതാവിന്റെ ഭവനത്തെക്കുറിച്ച് ഓർമ്മ വന്നിട്ട് പശ്ചാത്തപിച്ചിട്ട് പിതാവിന്റെ അരികിലേക്ക് മടങ്ങി വന്നപ്പോൾ, അവൻ ദൂരത്ത് നിന്ന് വരുന്നത് കണ്ടപ്പോൾ തന്നെ ആ നോക്കി നിന്ന പിതാവ്, അവൻ പോയ അന്നു മുതൽ ആ പിതാവ് കാത്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഏകദേശം 2 വർഷമായിരിക്കുകയാണ് ആ മകൻ പോയിട്ട്. ആ പിതാവ് 2 വർഷങ്ങളായിട്ട് എൻ്റെ മകൻ എപ്പോൾ വരുവാനിടയാകും, എന്റെ മകൻ എപ്പോൾ വരുവാനിടയാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പിതാവ് കാത്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, അനുസരണക്കേടുള്ളവരെ ഓർത്തുകൊണ്ട് കർത്താവ് എപ്പോഴും കൈ നീട്ടി നിൽക്കുകയാണ്. അനുസരണക്കേട് കാണിക്കുന്നവരെ ഓർത്തുകൊണ്ട് കർത്താവ് വിളിക്കുകയാണ്, മകനെ നീ വരൂ, വരൂ, നിന്റെ ജീവിതത്തെ നീ നശിപ്പിച്ച് കളയരുത്, നീചമായ മാർഗത്തിൽ നീ പോകരുത്, നിന്റെ പ്രവൃത്തികളെ നേരെയാക്കൂ, നീ അനുതാപത്തോടെ വരിക, നീ പശ്ചാത്താപത്തോടെ വരിക, നിന്റെ ജീവിതത്തെ എന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരൂ എന്ന് പറഞ്ഞ് കർത്താവ് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ആശ്വാസം നഷ്ടപ്പെട്ടു, പ്രതീക്ഷ നഷ്ടപ്പെട്ടു, സന്തോഷം നഷ്ടപ്പെട്ടു, ജീവിതത്തിൽ എങ്ങും എത്താൻ കഴിഞ്ഞില്ല. വിദ്യാഭ്യാസമുണ്ടെങ്കിലും ജോലി ലഭിച്ചില്ല, വിവാഹം കഴിഞ്ഞിട്ടും മക്കൾ ജനിക്കുന്നില്ല, ആസ്തിയുണ്ട് എന്നാൽ സമാധാനമില്ല, ജീവിതത്തിൽ സന്തോഷവും സമാധാനവുമില്ല. എന്തുകൊണ്ട് ഈ അവസ്ഥ നിന്നിലേക്ക് വന്നു? നീ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. നിന്റെ അധ്വാനത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹമില്ല, നിന്റെ കുടുംബ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹമില്ല, നിന്റെ ജോലി മണ്ഡലത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹമില്ല. എന്നാൽ ഈ ദിവസം നിന്റെ തെറ്റു നീ മനസ്സിലാക്കിയാൽ കർത്താവ് നിന്നെ തന്നോട് ചേർക്കാൻ ഒരുക്കത്തോടെയായിരിക്കുന്നു. അവനെ ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ തന്നെ ആ പിതാവ് ഓടിച്ചെന്നിട്ട് അവനെ ആലിംഗനം ചെയ്യുവാനിടയായി, അവനെ ചേർത്ത് പിടിച്ചു.
ദുർഗന്ധം വമിക്കുകയാണ്, പന്നിയുടെ ഗന്ധം. എന്നാൽ പിതാവിന്റെ സ്നേഹത്തിന് അതൊന്നും ഒരിക്കലും ഒരു തടസ്സമായിട്ടില്ല. നീ എങ്ങനെയുള്ളവനാണെങ്കിലും ശരി. അക്കാലത്ത് ഞാനൊരു പാട്ടെഴുതിയായിരുന്നു, ഉള്ളതുപോലെ തന്നെ കർത്താവിന്റെ അരികിലേക്ക് വരുന്നു. എങ്ങനെയാണ്? ഉള്ളതുപോലെ തന്നെ. മീറ്റിങ്ങിന് വരാൻ ക്ഷണിച്ചാൽ എന്ത് പറയും? ഞാൻ കുറച്ചുകൂടെ ശരിയായിട്ട്, കുറച്ചുകൂടെ നന്നായിട്ട് വരാമെന്ന് പറയും. നന്നായില്ലെങ്കിലും കുഴപ്പമില്ല, നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരൂ. ഡോക്ടറിന്റെ അടുക്കിലേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോൾ ഒരുവൻ പറയുകയാണ്, ഞാൻ മീശ വടിച്ചിട്ടില്ല, മുടി വെട്ടിയിട്ടില്ല, പനി കുറഞ്ഞിട്ട് വരാമെന്ന്. പനി കുറഞ്ഞിട്ട് എന്തിനാണ് ഡോക്ടറിന്റെ അടുക്കിലേക്ക് വരുന്നത്? നീ ആയിരിക്കുന്ന രീതിയിൽ തന്നെ, അത് ലുങ്കിയെടുത്തോ താടി വടിക്കാതെയോ അതൊന്നും ആവശ്യമില്ല. അതിനുവേണ്ടി മേക്കപ്പ് ചെയ്യേണ്ടതായ കാര്യമില്ല. നിന്റെ രോഗം മാറണം, അതിനാണ് നീ ഡോക്ടറെ കാണേണ്ടത്. അതുപോലെ യേശുവിന്റെ അടുക്കൽ വരുന്ന ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ അടുത്ത 1-ാം തീയതി തൊട്ട് വരാം കേട്ടോ, ഇപ്പോൾ വരാൻ കഴിയില്ല എന്ന്. ആ ദിവസം വരെ നീ ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്ന് ആർക്കറിയാൻ കഴിയും? അതിനു മുമ്പ് കർത്താവ് വരുമോ ഇല്ലയോ എന്ന് ആർക്കറിയാൻ കഴിയും? ഇപ്പോൾ തന്നെ ബൈബിൾ പറയുന്നു, ഇതാകുന്നു പ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം. നിന്റെ കരം പിടിച്ച് നടത്തുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നിന്നെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. നീ നടക്കേണ്ടുന്ന പാത നിനക്ക് ഉപദേശിച്ചു തരുന്ന കർത്താവ് നിനക്കുണ്ട്. നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമുണ്ട്. ഇത്ര വലിയ യേശുവിനെ നീ എന്തിനാണ് തള്ളിക്കളയുന്നത്? എന്തിനാണ് അവന്റെ വാക്ക് കേൾക്കാതെ നിന്റെ ഇഷ്ടത്തിൽ നീ നടക്കുന്നത്? അവന്റെ അരികിലേക്ക് വരിക, അവൻ നിന്നെ ചേർത്ത് പിടിക്കും. ആ മുടിയനായ പുത്രൻ തിരികെ വന്ന സമയത്ത് അവനെ ആലിംഗനം ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇവൻ എന്റെ മകൻ, ഇവൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. ഇവനെ വസ്ത്രം കൊടുക്കുക, ഇവന് പാദരക്ഷ കൊടുക്കുക, ഇവന്റെ കയ്യിൽ മോതിരം അണിയിക്കുക, ആഹാരം ഒരുക്കുക, വിരുന്നൊരുക്കാം, എല്ലാവർക്കും സന്തോഷിക്കാം എന്ന് പറഞ്ഞു. എന്താണ്? നഷ്ടപ്പെട്ടു പോയതായ അധികാരം, നഷ്ടപ്പെട്ടു പോയതായ അനുഗ്രഹം, നഷ്ടപ്പെട്ടു പോയതായ പുത്രത്വം എല്ലാം തിരികെ പ്രാപിക്കാനിടയായി. ഒരുപക്ഷെ നീ ഇന്ന് ദൈവത്തിനെ അനുസരിക്കാതെ നിന്റെ ജീവിതത്തിൽ നടന്നുവെന്ന് വിചാരിക്കുക. യഥാർത്ഥത്തിൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അവൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അവൻ നിന്നെ വിളിച്ചിരിക്കുന്നു എന്ന വിഷയം പോലും നിനക്കൊരു പക്ഷെ അറിയില്ലായിരിക്കാം. എങ്കിൽ ഇന്ന് നിന്നോട് തന്നെയാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ജനമായിരിക്കുന്ന നാം, അവനാൽ സ്നേഹിക്കപ്പെടുന്ന ജനമായിരിക്കുന്ന നാം, ഇന്ന് നമ്മുടെ ജീവിതത്തെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ, ഇവിടെ ഇരിക്കുന്നതായ നാം എല്ലാവരും യഥാർത്ഥമായും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചാൽ, ഈ ലോകം മുഴുവനും യേശുവിന്റെ അടുക്കിലേക്ക് വരുവാൻ നാം മാത്രം മതിയാവും. നാം മതിയാവും. 12 ശിഷ്യന്മാർ ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ചെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകൾ ശ്രമിച്ചാൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കഴിയില്ലേ? ഈ ദിവസം മുതൽ നിന്റെ കർത്താവിന് വേണ്ടി തന്നെ നീ ജീവിക്കുക. നിന്റെ കുടുംബത്തിൽ അവൻ നിന്നെയാണ് തിരഞ്ഞെടുത്തത്. നിന്റെ ദേശത്തിൽ, നിന്റെ നാട്ടിൽ നിന്നെയാണ് അവൻ തിരഞ്ഞെടുത്തത്. കാരണം എഫ്രൈമിനെ സ്നേഹിച്ചതുപോലെ ഒരു യോഗ്യതയുമില്ലാതെ ഇരുന്നിട്ടും കർത്താവ് നിന്നെ സ്നേഹിക്കാനിടയായി നിന്നെ അവൻ അനുഗ്രഹിച്ചു. നിന്നോടവൻ മനസ്സലിഞ്ഞു. ഇന്നുവരെയും എല്ലാ രീതിയിലും അവൻ നിന്നെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു, ബലപ്പെടുത്തുന്നു. എന്നാൽ നീ ദൈവത്തിൽ നിന്നകന്ന് നഷ്ടവും കഷ്ടവും വരുത്തിവെച്ചു. ഇന്ന് കർത്താവിലേക്ക് തിരികെ വന്നാൽ, നിന്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കിയാൽ, അവന് നിന്റെ കരം കൊടുത്താൽ, അവൻ നിന്റെ കരം പിടിച്ചുകൊണ്ട് നിന്നെ നടത്തുന്നതിനു വേണ്ടി സ്വർഗീയ രാജ്യത്തിൽ നീ ചെന്നു ചേരുന്നതുവരെയും നിന്റെ കരം പിടിച്ച് നിന്നെ കൊണ്ടുപോകാൻ അവൻ ഒരുങ്ങിയിരിക്കുന്നു. ദയവുചെയ്ത് തലകളെ വണക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ തെറ്റു ചെയ്യുവാനിടയായി. കർത്താവേ, ഞാൻ നിന്നെ വിട്ടുമാറുവാനിടയായപ്പാ. കർത്താവേ, എന്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ജീവിച്ചത്, എന്നോട് ക്ഷമിക്കണമേ എന്ന് നീ അവനോട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ തന്നെ ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. നിന്നെ ഓർത്ത് കർത്താവിന്റെ ഹൃദയം വേദനിക്കുകയാണ്. ഞാൻ ഇത്രത്തോളം സ്നേഹിച്ചിട്ടും എന്റെ മകൻ എന്നിലേക്ക് വരുന്നതേയില്ല, ഞാൻ എത്രയോ അനുഗ്രഹിച്ചിട്ടും അവൻ എങ്കിലേക്ക് തിരിഞ്ഞു വരുന്നതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ഹൃദയം നിന്റെ മേൽ വെച്ച് അവൻ കരയുകയാണ്. എന്നാൽ ഞാൻ നിന്നെ നശിപ്പിച്ചു കളയില്ല എഫ്രയീമേ, ഞാൻ നിന്നെ വിട്ടുപിരിയുകയില്ല. നീ എത്ര പാപം ചെയ്തിട്ടും, എത്ര തെറ്റുകൾ ചെയ്തിട്ടും, എത്ര വലിയ പാപം ചെയ്തിട്ടും ഞാൻ നിന്നെ വിട്ടുമാറിയിട്ടില്ല. ഈ ദിവസം കർത്താവ് നിന്നോട് തന്നെയാണ് സംസാരിക്കുന്നത്. കർത്താവേ, ഇതാ എന്റെ ജീവിതം നിങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. എന്റെ കരം പിടിക്കണമേ, എന്റെ കരം പിടിക്കണമേ എന്ന് വലം കൈ നീട്ടിപ്പിടിക്കുന്നതായി ആളുകൾ പ്രാർത്ഥിക്കുക. കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള ഞങ്ങളുടെ പിതാവേ, ഈ സമയത്ത് നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായിട്ട് നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി കരേറ്റുകയാണ്. നീ സ്നേഹിച്ചതായ, നീ അനുഗ്രഹിച്ചതായ എഫ്രൈം ആയിരിക്കുന്നതായ ഞങ്ങൾ എത്രയോ തവണ തെറ്റിപ്പോകുവാനിടയായി. കർത്താവേ, നിന്നെ ഞങ്ങൾ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്, നിന്നെ വിട്ട് അകന്നിട്ടുണ്ട്. ഞങ്ങളെ നേരെയാക്കുന്നതിനായിട്ട്, ഞങ്ങളെ ക്രമീകരിക്കുന്നതിനായിട്ട്, ഞങ്ങളെ നേരെയാക്കുന്നതിന് വേണ്ടി, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിച്ച് നഷ്ടമായതെല്ലാം ഞങ്ങൾക്ക് തിരികെ നൽകുന്നതിന് വേണ്ടി ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ നടത്തിയ നിനക്ക് നന്ദി കരേറ്റുന്നു. ഈ സമയത്ത് സ്വർഗീയ അഭിഷേകത്തെ ഞങ്ങളുടെ മേൽ നീ അയക്കുമാറാകണമേ ദൈവമേ.
ഞങ്ങളുടെ ഹൃദയത്തിലുള്ള മാലിന്യമെല്ലാം കഴുകപ്പെടുവാൻ നീ സഹായിക്കുമാറാകണമേ. ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോടുകൂടി പുതിയ ജീവിതത്തിൻ്റെ അനുഭവത്തോടുകൂടി ഇവിടെ നിന്ന് കടന്നു പോകുവാൻ, കണ്ണുനീർ തുടയ്ക്കപ്പെട്ട ആളുകളായിട്ട്, ആശ്വാസം ലഭിക്കപ്പെട്ട ആളുകളായിട്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പുതിയ തീരുമാനം എടുത്ത ആളുകളായിട്ട് ഈ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ കടന്നു പോകുവാൻ ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കണമേ. എല്ലാ രോഗങ്ങളെയും നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുകയാണ് പിതാവേ. ഉദരഫലമില്ലാതിരിക്കുന്ന മക്കൾക്ക് യേശുവിന്റെ നാമത്തിൽ ഉദരഫലം ഉണ്ടാകുമാറാകട്ടെ. കടഭാരത്തിൽ, ബുദ്ധിമുട്ടുകളിൽ, ഞെരുക്കത്തിൽ, രോഗത്തിൽ ആയിരിക്കുന്ന സകല വ്യക്തികളെയും ഈ ദിവസം നീ കണ്ടതിനായിട്ട് നന്ദി കരറ്റുന്നു, നീ തൊട്ടതിനായിട്ട് നന്ദി കരറ്റുന്നു, നീ സൗഖ്യപ്പെടുത്തിയതിനായിട്ട് നന്ദി കരറ്റുന്നപ്പാ. നിന്റെ അനുഗ്രഹത്താൽ, നിന്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് ഞങ്ങളെല്ലാം അയക്കുമാറാകണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവിലേക്ക് സമർപ്പണത്തോടെ ആയിരിക്കുന്ന നിങ്ങൾ എല്ലാവരോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.